എല്ലാവർക്കും മഷിപ്പച്ച ചാനലിലേക്ക് സ്വാഗതം. LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികളാണ്. ആദ്യത്തേത് ഗണിത പഠന പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ ഡെസ്കുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. ഗണിത പഠന പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ ഡെസ്കുമായി സഹകരിച്ചാണ് മഞ്ചാടി എന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാകിരണം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലാണ് നിർവഹണം. എന്താണ് മഞ്ചാടി എന്ന് പറയുന്നത്? ഗണിത പഠന പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. രണ്ടാമത്തെ പദ്ധതിയാണ് അധിവാസം പദ്ധതി. എന്താണ് അധിവാസം പദ്ധതി? എന്താണ് ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷയിലേക്ക് അവരുടെ ഭാഷയിൽ ആകർഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അധിവാസം പദ്ധതി. അധിവാസം പദ്ധതി നടപ്പിലാക്കുന്നത് ഡയറ്റാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരുടെ ഭാഷയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അധിവാസം പദ്ധതി. നടപ്പിലാക്കുന്നത് ഡയറ്റാണ്. ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡയറ്റ് എന്താണ് നടപ്പിലാക്കുന്നത്? അധിവാസം പദ്ധതി. മൂന്നാമത്തെ പദ്ധതിയാണ് നേർവഴി. നേർവഴി എന്ന പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായാണ്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. ആരാണ് ആരംഭിച്ചത് നേർവഴി എന്ന പദ്ധതി? എക്സൈസ് വകുപ്പാണ്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തവും അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുക എന്നതുമാണ് നേർവഴി എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാലാമത്തെ പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹിക വനവൽക്കരണ വിഭാഗം, കൃഷി വകുപ്പ്, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സഹായത്തോടെ ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതി. എന്താണ്? സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹിക വനവൽക്കരണ വിഭാഗം, കൃഷി വകുപ്പ്, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സഹായത്തോടെ ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം പദ്ധതി. എന്താണ് മധുരവനം പദ്ധതി? മധുരവനം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫലവൃക്ഷത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് മധുരവനം പദ്ധതി. അപ്പം നമ്മളിപ്പോൾ 4 പഠിച്ചു. ഒന്ന് മഞ്ചാടി എന്ന് പറയുന്നതായിരുന്നു. രണ്ടാമത്തത് അധിവാസം പദ്ധതിയാണ്. മൂന്നാമത്തത് നേർവഴിയാണ്. നാലാമത്തത് മധുരവനം പദ്ധതി. അപ്പം ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കാനായി സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അഞ്ചാമത്തെ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. എന്താണ് ഹെൽത്തി കിഡ്സ്? ഹെൽത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്തുമായി ഓർത്തിരിക്കാം. ആരോഗ്യ വകുപ്പുമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി കിഡ് എന്ന് പറയുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കായിക യുവജനകാര്യ വകുപ്പിൻ്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി വികസിപ്പിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ് എന്ന് പറയുന്നത്. ഈ ഹെൽത്തി കിഡ് എന്ന് പറയുന്നത് കുട്ടികളിലെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഹെൽത്തി കിഡ്? ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് കുട്ടികളെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിട്ട് നമുക്ക് എടുക്കാം. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിലാണ്, പ്രൈമറി സ്കൂളിലാണ്. കുട്ടികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും അതുപോലെ തന്നെ കായിക സാക്ഷരതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് യുവജനകാര്യ വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഹെൽത്തി കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഹെൽത്തി കിറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കിയിട്ട് ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഹെൽത്തി കിഡ്സ്? ഹെൽത്തി കിഡ്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മഞ്ചാടി, അധിവാസം, മധുരവനം, നേർവഴി, ഹെൽത്തി കിഡ്സ്
ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഹോപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. എന്താണ് ഹോപ്പ്? SLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം ലഭ്യമാക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ഹോപ്പ്. എന്താണ്? SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായിട്ട് പഠനം സാധ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. എന്താണ് ഹോപ്പ്? ഹോപ്പ് എന്ന പദ്ധതി, അതായത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതി അല്ലേ. പഠനം പാതി വഴിയിൽ മുടങ്ങിയ ആളുകൾക്ക് വീണ്ടും പഠിക്കാനായിട്ട് സൗജന്യമാക്കുന്ന കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ് ഹോപ്പ്. എന്താണ് ഹോപ്പ്? നമ്മളിപ്പോൾ 6 പദ്ധതികൾ പഠിച്ചു. 6 എണ്ണവും എന്താണെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത പദ്ധതിയാണ് 7ാമത്തെയാണ് ഗോത്രസാരഥി. എന്താണ് ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര്? ഗോത്രസാരഥി എന്ന് പറയുന്നത് എന്താണ്? പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയാണ് ഗോത്രസാരഥി എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ്. ഇപ്പോൾ ഈ ഗോത്രസാരഥി എന്ന് പറയുന്ന പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? വിദ്യാവാഹിനി. എന്താണ്? വിദ്യാവാഹിനി. വിദ്യാവാഹിനി പദ്ധതി എന്താണെന്ന് നമ്മൾ കണ്ടു. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ്. അടുത്ത പദ്ധതി വിദ്യാവാഹൻ. എന്താണ്? വിദ്യാവാഹൻ. 8ാമത്തെ പദ്ധതിയാണ് വിദ്യാവാഹൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. എന്താണ്? GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. എന്താണ്? സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. വിദ്യാവാഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാവാഹൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാറിപ്പോവരുത്. 2 ഓർത്തിരിക്കുക. വിദ്യാവാഹിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയാണ് വിദ്യാവാഹിനി. വിദ്യാവാഹൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ്സുകളിൽ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. വിദ്യാവാഹൻ. 9ാമത്തെ പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി. എന്താണ്? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി കർമ്മചാരി പദ്ധതി. എന്താണ് കർമ്മചാരി പദ്ധതി എന്ന് പറയുന്നത്? കർമ്മചാരി പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി പദ്ധതി. കർമ്മചാരി പദ്ധതി. 10ാമത്തെ പദ്ധതിയാണ് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി. എന്താണ്? കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതി. എന്താണ്? ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. ശ്രുതി പാട്ടൊക്കെ കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. അപ്പോൾ ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ശബ്ദപുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ്ങ്. 9ാമത്തെ എന്തായിരുന്നു? കർമ്മചാരി പദ്ധതി. കർമ്മചാരി പദ്ധതി എന്താണ്? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കർമ്മചാരി പദ്ധതി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എന്തായിരുന്നു മഞ്ചാടി? ഓർക്കാൻ കഴിയുന്നുണ്ടോ? എന്തായിരുന്നു അധിവാസം പദ്ധതി? ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ 10 എണ്ണം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ട് 20 എണ്ണമാണ് ഉള്ളത്. ഇനി 11ാമത്തെ നോക്കാം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ
ഭൂമിശാസ്ത്ര ലാഭ പരീക്ഷണങ്ങൾക്കായി കൊണ്ടുവരുന്ന പദ്ധതി? എന്താണ്? ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഭൂമിശാസ്ത്ര ലാഭ പരീക്ഷണങ്ങൾക്കായി കൊണ്ടുവരുന്ന പദ്ധതി. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്നാണ് ഭൂമിശാസ്ത്ര ലാഭ പരീക്ഷണങ്ങൾക്കായി കൊണ്ടുവരുന്ന ഒരു പദ്ധതി. അതെവിടെയാണ്? ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്ന പദ്ധതി വരുന്നത്. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ. 12-ാമത്തെയാണ് കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതി. എന്താണ്? കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതി. ബേബി ബുക്സ്. എന്താണ്? ബേബി ബുക്സ് എന്നാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതിയെ പറയുന്നത് ബേബി ബുക്സ് എന്നാണ്. അത് എത്രാം ക്ലാസ് വരെയാണ്? LPയിലാണ്. 1 മുതൽ 4 വരെയാണ്. കായിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതിയെ ബേബി ബുക്സ് എന്നാണ് പറയുന്നത്. എന്താണ്? ബേബി ബുക്സ്. 13-ാമത്തേത് രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതി. എന്താണ്? രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതി. വീട് ഒരു വിദ്യാലയം. പദ്ധതിയുടെ പേരെന്താണ്? വീട് ഒരു വിദ്യാലയം. രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളമാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഏതാണ്? വീട് ഒരു വിദ്യാലയം. രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച ഒരു പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. എന്താണ്? വീട് ഒരു വിദ്യാലയം. 14-ാമത്തെയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി. എന്താണ്? ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി. പദ്ധതിയുടെ പേര് കളിക്കൂട്ടം പദ്ധതി. കളിക്കൂട്ടം എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളിക്കൂട്ടം. 15-ാമത്തെ പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഉണർവ്. ഉണർവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ടുള്ളൊരു പദ്ധതിയാണ് ഉണർവ്. ഇതിനു മുമ്പ് നമ്മൾ നേർവഴി എന്നൊരു പദ്ധതി പഠിച്ചിരുന്നു. എക്സൈസ് വകുപ്പ് തന്നെയാണ് നേർവഴി കൊണ്ടുവരുന്നത്. നേർവഴി എന്താണ്? അധ്യാപകരുടെ പങ്കാളിത്തവും അതുപോലെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തത്തോടെയും എന്ത് ചെയ്യുകയാണ്? ലഹരിയെ ഇല്ലാതാക്കുക എന്നതാണ് നേർവഴി എന്ന് പറയുന്നത്. അവിടെ അധ്യാപകർക്കും കൂടി ഒരു പങ്കുണ്ട് നേർവഴിയിൽ. ഇവിടെ എന്താണ്? ഉണർവ്. ഇത് വിമുക്തിയുടെ കീഴിൽ, വിമുക്തി എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? ഉണർവ്. നേർവഴി എങ്ങനെയാണ്? അധ്യാപകരുടെ പങ്കാളിത്തവും ഉണ്ട് കേട്ടോ. 16-ാമത്തെയാണ് പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡെസ്ക് ആരംഭിച്ച പ്രവർത്തന അധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതി. എന്താണ്?
പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ-ഡെസ്ക് ആരംഭിച്ച പ്രവർത്തനാധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതിയുടെ പേര് എന്താണ്? മഴവില്ല്. എന്താണ്? മഴവില്ല്. മഴവില്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര പഠന പദ്ധതിയാണ് എന്ന് ഓർത്തിരിക്കുക. കെ-ഡെസ്ക് ആണ് ആരംഭിച്ചത്. എന്തുമായിട്ടാണ്? ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക, കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. പ്രായോഗിക പ്രവർത്തനത്തിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ-ഡെസ്ക് ആരംഭിച്ച പ്രവർത്തന അധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതിയാണ് മഴവില്ല്. എന്താണ്? മഴവില്ല്. മഴവില്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കെ-ഡെസ്ക് എന്ന് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടു. ഈ കെ-ഡെസ്ക് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. കെ-ഡെസ്കിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ. അപ്പോൾ കെ-ഡെസ്കിൻ്റെ ഫുൾ ഫോമും കൂടി വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. 17ാമത്തെയാണ് 5 വയസ്സ് പൂർത്തിയാക്കിയ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതി. എന്താണ്? 5 വയസ്സ് പൂർത്തിയാക്കിയ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതി ഗോത്രജ്യോതി. പദ്ധതിയുടെ പേരെന്താണ്? ഗോത്രജ്യോതി. ഗോത്രജ്യോതി. ഗോത്രജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5 വയസ്സ് പൂർത്തിയാക്കിയ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രജ്യോതി. 18ാമത്തേതാണ് വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും സാമൂഹിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. എന്താണ്? വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും സാമൂഹിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? സഹിതം പദ്ധതി. സഹിതം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും സാമൂഹിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. എന്താണ്? സഹിതം. സഹിതം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമൂഹികമായ മികവ് പുലർത്തുക, സാമൂഹിക പിരിമുറുക്കം ലഘൂകരിക്കുക. ഇതൊക്കെയാണ് സഹിതം പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ് സഹിതം? സാമൂഹികമായി മികവ് വളർത്താനും സാമൂഹിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. സഹിതം. 19ാമത്തെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതി. എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതി വൈറ്റ് ബോർഡ്. എന്താണ്? വൈറ്റ് ബോർഡ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. വൈറ്റ് ബോർഡ് എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടമാകാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. എന്താണ്? വൈറ്റ് ബോർഡ്. അടുത്തത് 20ാമത്തെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി. എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം. എന്താണ്? ജ്ഞാന കേരളം ക്ഷേമ കേരളം. ജ്ഞാന കേരളം ക്ഷേമ കേരളം എന്ന് പറയുന്നത് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ജ്ഞാന കേരളം ക്ഷേമ കേരളം എന്നത്.
ജ്ഞാനകേരളം ക്ഷേമകേരളം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു പദ്ധതിയാണ് ജ്ഞാനകേരളം ക്ഷേമകേരള പദ്ധതി എന്നത്. ഓർക്കുക, നമ്മളിപ്പോൾ 20 പദ്ധതികൾ നോക്കി. ആ 20 പദ്ധതികളും നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. മഞ്ചാടി ഗണിതത്തിൽ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അധിവാസം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ മലയാളം പഠിക്കാനുള്ളൊരു പദ്ധതിയാണ്. നേർവഴി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു പ്രവർത്തനമാണ്. മധുരവനം ഫലവൃക്ഷ തൈകൾ നട്ടുവെക്കുന്ന പദ്ധതിയാണ്. ഹെൽത്തി കിഡ്സ് ആരോഗ്യ കായികവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ്. ഹോപ്പ് വിദ്യാവാഹിനി വിദ്യാവാഹൻ കർമ്മചാരി തുടങ്ങിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഇതുപോലെ ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും വീഡിയോ കണ്ട് ഒന്നും കൂടി പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള മറ്റു ക്ലാസ്സുകൾ കൂടി കാണുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ആ ക്ലാസ്സുകൾ കൂടി കാണാനായി ശ്രദ്ധിക്കുക. മറ്റ് ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ കുറച്ച് സ്പീഡിൽ കേൾക്കാനായി ശ്രദ്ധിക്കുക.